ചെറുകിട കടകളിലും ബേക്കറികളിലും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന 20 രൂപയുടെ അണ്ടിപ്പരിപ്പ്, ഏലക്ക, കുരുമുളക് പാക്കറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വെറുമൊരു സീലിംഗ് മെഷീനും ഡിജിറ്റൽ സ്കെയിലും ഉപയോഗിച്ച് സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്ന വലിയൊരു വിപണിയുള്ള ബിസിനസ്സാണ് ഇത് എന്ന് എത്ര പേർക്കറിയാം? കേരളത്തിലെ നിലവിലെ വിപണി നിരക്കുകൾ അടിസ്ഥാനമാക്കി, അതായത് ഇന്നത്തെ വിപണി നിരക്കുകൾ അടിസ്ഥാനമാക്കി ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മൾ ചെറുകിടക്കാർക്കുള്ള, സാധാരണക്കാർക്കുള്ള ചെറുകിട ബിസിനസ്സുകളാണ് നമ്മളുടെ ചാനലിൽ അവതരിപ്പിക്കുന്നത്. പലരും വന്നിട്ട് ഹൈഫൈ ബിസിനസിനെ കുറിച്ച് പറയാറുണ്ട്. അത് നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല. കാരണം ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് എങ്ങനെ ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹൈഫൈ ആൾക്കാർക്ക് അതിനുള്ള സേവനങ്ങൾ വിലയ്ക്ക് വാങ്ങാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ തുടരാവുന്നതാണ്. നമ്മളുടെ കാര്യം കുഞ്ഞാൾക്കാര്, കുഞ്ഞ് ബിസിനസ്, അവർക്കറിയാവുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പലരുടെയും കമന്റുകൾ വരുമ്പോൾ അത് ഒന്ന് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ ബിസിനസ്സിലേക്ക് തന്നെ വരാം. ഹോൾസെയിൽ വിപണിയിൽ നിന്ന് കിലോ കണക്കിന് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങി കൃത്യമായ തൂക്കത്തിൽ 20 രൂപ MRP വരുന്ന ചെറിയ പാക്കറ്റുകളാക്കി 10 അല്ലെങ്കിൽ 12 പാക്കറ്റുകൾ വീതമുള്ള ഹാങ്ങിങ് ബോർഡുകളിൽ തയ്യാറാക്കി കടകളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ ബിസിനസിന്റെ രീതി. A to Z കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് എന്തൊക്കെ ഉപകരണങ്ങളും സാമഗ്രികളും വേണമെന്ന് നോക്കാം. ഒന്ന്, ഒരു ഡിജിറ്റൽ വെയിങ് സ്കെയിൽ വേണം. ഈ ഗ്രാം കൃത്യമായിട്ട് കണക്കാക്കി തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 500 തൊട്ട് 1500 രൂപ വരെ ഇതിന് വരും. ഇതിന്റെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. അവിടെ കയറി നോക്കിയാൽ ഓൺലൈനിൽ കിട്ടുന്ന ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി അടുത്ത വേണ്ടത് ഒരു ഹാൻഡ് സീലറാണ്. പാക്കറ്റുകളൊക്കെ ഒട്ടിക്കാനായിട്ട് ഒരു 800 തൊട്ട് 1500 രൂപ വരെ വില വരുന്ന ഹാൻഡ് സീലർ നമുക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് പ്ലാസ്റ്റിക് പൗച്ചുകൾ, ബോർഡുകൾ ഒക്കെയാണ്. വിപണിയിൽ ലഭ്യമായ ഡിസൈനർ ഹാങ്ങിങ് കാർഡുകളും പൗച്ചുകളും. ഇത് നമുക്ക് നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് മേടിക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് പ്രോഡക്റ്റിന്റെ കോസ്റ്റിങ്ങും ലാഭക്കണക്കുമാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ആദ്യം നോക്കുന്നത് നമ്മളുടെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കാഷ്യൂനട്ട് ആണ്. ഹോൾസെയിൽ വില ഇന്നത്തെ റേറ്റ്, കമ്മോഡിറ്റി ഓൺലൈനിൽ നോക്കിയുള്ള റേറ്റ് ആണ് പറയുന്നത്, 1200 രൂപയാണ്. 20 രൂപ പാക്കറ്റിലെ തൂക്കം 10 ഗ്രാം തൂക്കമാണ് വരുന്നത്. ഒരു പാക്കറ്റിന്റെ റോ മെറ്റീരിയൽ ചെലവ് വരുന്ന 10 ഗ്രാം ഇൻറ്റു 1.20 ഈസിക്കൽ ടു 12 രൂപ. കവർ, ബോർഡ്, ലേബൽ ചെലവ് എല്ലാം കൂടെ 1 രൂപ 20 പൈസ വരുമെന്ന് വിചാരിക്കാം. ആകെ നിർമ്മാണ ചെലവ് വരുന്നത്, കോസ്റ്റ് പെർ പാക്കറ്റ് വരുന്നത് 12 പ്ലസ് 1 രൂപ 20 പൈസ, അതായത് 13 രൂപ 20 പൈസയാണ് വരുന്നത്. കടയുടമയ്ക്ക് നൽകുന്ന വില, അതായത് ഹോൾസെയിൽ റേറ്റ്, അത് 16 രൂപയായിരിക്കണം. കടയുടമയ്ക്ക് കിട്ടുന്ന ലാഭം 4 രൂപയാണ്. അതായത് 20% മാർജിൻ അദ്ദേഹത്തിന് ഇതിൽ കിട്ടും. നിങ്ങളുടെ ലാഭം, പ്രോഫിറ്റ് പെർ പാക്കറ്റ് ആണ്. 16 രൂപയ്ക്കാണ് കടയുടമയ്ക്ക് നമ്മളിത് കൊടുത്തത്. മൈനസ് 13 രൂപ 20 പൈസ നമുക്ക് ചെലവായിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റിൽ നമുക്ക് 2 രൂപ 80 പൈസ കിട്ടും. 12 പാക്കറ്റുള്ള ഒരു ബോർഡിൽ ലഭിക്കുന്ന ലാഭം 33 രൂപ 60 പൈസയാണ്. അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. ഏലക്ക, കാർഡമം. ഹോൾസെയിൽ വില ഇന്നത്തെ റേറ്റ് 2600 രൂപയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള പാക്കറ്റുകളിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് ആളുകൾ തൂക്കി പാക്ക് ചെയ്ത് വിടുന്നത്. 20 രൂപ പാക്കറ്റിലെ തൂക്കം വരുന്നത് 5 ഗ്രാം ആണ്. ഒരു പാക്കറ്റിന്റെ റോ മെറ്റീരിയൽ ചെലവ് വരുന്നത് 5 ഗ്രാം ഇൻറ്റു 2 രൂപ 60 പൈസ, അതായത് 13 രൂപ വരും. കവർ, പാക്കിങ്, ലേബൽ അങ്ങനെയുള്ള ചെലവ് എല്ലാം കൂടെ 1 രൂപ 20 പൈസ തന്നെ വരും. ആകെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ 13 രൂപ പ്ലസ് 1 രൂപ 20 ഈസിക്കൽ ടു 14 രൂപ 20 പൈസയാണ് വരുന്നത്. കടയുടമയ്ക്ക് നൽകുന്ന വില 16 രൂപ തന്നെ. അദ്ദേഹത്തിന് 4 രൂപ ലാഭം കിട്ടും. അതായത് 20% ഒരു പാക്കറ്റിൽ ലാഭം കിട്ടും. നിങ്ങളുടെ ലാഭം പെർ പാക്കറ്റ് ആണ് 16 മൈനസ് 14 രൂപ 20 പൈസ, അതായത് 1 രൂപ 80 പൈസയായിരിക്കും നിങ്ങൾക്ക് ഒരു പാക്കറ്റിൽ ലാഭം കിട്ടുന്നത്. 12 പാക്കറ്റുള്ള ഒരു ബോർഡിൽ ലഭിക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 21 രൂപ 60 പൈസയാണ്. ഇനി ഏറ്റവും നമ്മളുടെ ഫേവറേറ്റ് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. ഹോൾസെയിൽ വില 1 കിലോയ്ക്ക് 780 രൂപയാണ് ഇന്നത്തെ വില. 20 രൂപ പാക്കറ്റിലെ തൂക്കം വരുന്ന 12 ഗ്രാം ആയിരിക്കും. ഒരു പാക്കറ്റിന്റെ റോ മെറ്റീരിയൽ ചെലവ് വരുന്നത് 12 ഗ്രാം ഇൻറ്റു 0.75 പൈസ, അത് വരുമ്പോൾ 9 രൂപ വരും. കവർ, പാക്കിങ്, ലേബല് എല്ലാം കൂടെ വരുന്ന 1 രൂപ വരും. ആകെ നിർമ്മാണ ചെലവ് വരുന്നത് 10 രൂപയാണ്. കടയുടമയ്ക്ക് നൽകുന്ന വില 16 രൂപയാണ്. അതായത് 20% ലാഭം.
അദ്ദേഹത്തിന് 4 രൂപ ലഭിക്കും. നിങ്ങളുടെ ലാഭം പെർ പാക്കറ്റ് 16 മൈനസ് 10 രൂപ ഇസിക്കൽ ടു 6 രൂപയാണ്. 12 പാക്കറ്റുള്ള ഒരു ബോർഡ് ലഭിക്കുന്ന ലാഭം 72 രൂപയാണ്. ഇതാണ് ഏറ്റവും ലാഭം കൂടിയ പ്രോഡക്റ്റ്. ഇതാണ്. അടുത്ത ഐറ്റമാണ് ഗ്രാമ്പൂ. ഹോൾസെയിൽ വില ഇന്നത്തെ റേറ്റ് 1000 രൂപ പിടിക്കാം, അതിൽ താഴെയാണ്. 20 രൂപ പാക്കറ്റിലെ തൂക്കം വരുന്ന 12 ഗ്രാം ആണ്. ഒരു പാക്കറ്റിന്റെ റോ മെറ്റീരിയൽ ചെലവ് വരുന്ന 12 ഗ്രാം ഇൻറ്റു 1 രൂപ ഇസിക്കൽ ടു 12 രൂപയാണ്. കവർ, പാക്കിങ് ഒക്കെ ചെലവ് വരുന്ന 1 രൂപ 20 പൈസ. ആകെ നിർമ്മാണ ചെലവ് വരുന്നത് 13 രൂപ 20 പൈസ. കടയുടമയ്ക്ക് നൽകുന്ന വില 16 രൂപ തന്നെയാണ്. അവർക്ക് 4 രൂപ കിട്ടും, 20% ലാഭം കിട്ടും. നിങ്ങളുടെ ലാഭം പെർ പാക്കറ്റ് ആണ് 16 മൈനസ് 13.20 ഇസിക്കൽ ടു 2 രൂപ 80 പൈസ കിട്ടും. 12 പാക്കറ്റുള്ള ഒരു ബോർഡിൽ ലഭിക്കുന്ന ലാഭം 33 രൂപ 60 പൈസയാണ്. ഇനി ഇവിടെ ലൈസൻസുകൾ വേണം, അതൊന്ന് ശ്രദ്ധിക്കാം. ഓൾറെഡി പറയുന്നതാണ്, FSSAI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അത് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. എങ്ങനെ അപേക്ഷിക്കണം എന്ന് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. പിന്നെയുള്ളത് ലീഗൽ മെട്രോളജി ലൈസൻസ് ആണ്. പാക്കേജിംഗ് ലൈസൻസ് എന്ന് പറയും. പാക്കറ്റിൽ കൃത്യമായ തൂക്കം, റേറ്റ്, പാക്കിംഗ് തീയതി, ബ്രാൻഡ്, പേര് എന്നിവ രേഖപ്പെടുത്തുന്നതിന് പാക്കിംഗ് ലൈസൻസ് ആവശ്യമുള്ളതാണ്. എന്നാൽ ഈ ഒരു ബിസിനസ് തുടങ്ങി FSSAI നമുക്ക് കിട്ടി. 90 ദിവസത്തിനുള്ളിൽ അത് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ബിസിനസ് പച്ച പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ, പിന്നെ GST. ഉദ്യം രജിസ്ട്രേഷൻ അതായത് MSME രജിസ്ട്രേഷൻ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കും. വിറ്റുവരവ് അനുസരിച്ച് GST എടുക്കാവുന്നതാണ്. തൽക്കാലം GSTയുടെ ആവശ്യമില്ല. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ പ്രത്യേകം നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വിപണന തന്ത്രങ്ങൾ. എന്തൊക്കെ ചെയ്താണ് ഇത് വിൽക്കേണ്ടത്? ഈ സാധനം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. നമ്മൾ ലക്ഷ്യമിടേണ്ട കടകൾ ഏതാണെന്ന് ആദ്യം നോക്കാം. പ്രാദേശികമായിട്ടുള്ള തട്ടുകടകൾ, ചെറിയ പലചരക്ക് കടകൾ, ബേക്കറികൾ, പെറ്റി ഷോപ്പുകൾ, പച്ചക്കറി കടകൾ ഒക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെയുള്ളത് മാർജിൻ ഓഫറാണ്. കടയുടമകൾക്ക് തടസ്സമില്ലാതെ 20% മാർജിൻ കിട്ടും എന്നുറപ്പായി കഴിഞ്ഞാൽ അവർ എടുക്കും. ഇനി അടുത്തതാണ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. വിറ്റുപോകാത്ത പാക്കറ്റുകൾ മാറ്റി നൽകാം എന്നുള്ള ഉറപ്പ് നൽകുന്നത് കടയുടമകളുടെ വിശ്വാസ്യത കൂട്ടും. അതുകൂടാതെ അതിനകത്ത് വേറൊരു ലീഗലായിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾക്ക് ഓരോന്നിനും വേറെ എക്സ്പയറി ഡേറ്റ് ആണ് വരുന്നത്, ടൈമാണ് വരുന്നത്. അതനുസരിച്ച് വിറ്റു പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് തിരിച്ചെടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ലീഗലായിട്ടുള്ള കാര്യം. അതും കൂടെ ആലോചിച്ചുകൊണ്ടാണ് ഈ ബിസിനസ്സിലെ ലാഭവും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം 50 ബോർഡ് തൊട്ട് 100 ബോർഡുകൾ വരെ പ്രാദേശികമായിട്ടുള്ള കടകളിൽ വിതരണം ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ദിവസം 1500 രൂപ മുതൽ 3000 രൂപ വരെ നിഷ്പ്രയാസം ലഭിക്കും. ഗുണനിലവാരമുള്ള റോ മെറ്റീരിയൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് നോക്കി ഇതിന്റെയൊക്കെ ഓൾറെഡി കിടക്കുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ ഓരോ പാക്കറ്റ് വാങ്ങിച്ച് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് നോക്കുക. ഏറ്റവും തേർഡ് ക്ലാസ് പ്രോഡക്റ്റ് ആയിരിക്കും കിടക്കുന്നത്. ചിലരൊക്കെ ഉണ്ട് നല്ലത്, ബാക്കി എല്ലാം 90% ഏറ്റവും തരികിട പ്രോഡക്റ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കും. അതോടുകൂടി നിങ്ങളുടെ കച്ചവടം കൂടുകയും ചെയ്യും. പിന്നെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടാതെ ഇതിനകത്തൊന്നും നേടാൻ പറ്റില്ല. എല്ലാ ദിവസവും ഓടേണ്ടി വരും. ഓട്ടമില്ലാത്ത സമയങ്ങളിൽ പാക്ക് ചെയ്യേണ്ടി വരും. റോ മെറ്റീരിയൽ വാങ്ങിക്കുക, പാക്ക് ചെയ്യുക, ബോർഡാക്കുക, വിൽക്കുക, ഇത്രയുള്ള പരിപാടി ഇതിനകത്ത്. പക്ഷെ കഷ്ടപ്പാട് ഒരുപാടുണ്ട്. ഈസി മണി അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അത് കൂടാതെ ക്രെഡിറ്റ് കൊടുക്കാതെ മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾക്ക് നല്ലത്. ക്രെഡിറ്റ് 1 രൂപ പോലും ഒരു കടക്കാരനും കൊടുക്കരുത്. ഇനി ഇൻ കേസ് 20% എന്നുള്ളത് 22% കൊടുക്കേണ്ടി വന്നാൽ പോലും ക്രെഡിറ്റ് കൊടുക്കാതെ റെഡി ക്യാഷ് വാങ്ങിക്കുകയാണ് ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകൾക്ക് നല്ലത്. ക്രെഡിറ്റ് കൊടുത്ത് കച്ചവടം കൂട്ടിക്കഴിഞ്ഞാൽ നാളെ റോ മെറ്റീരിയൽ എടുക്കാൻ പോലും ഉള്ള പൈസ നിങ്ങളുടെ ഇല്ലാതെ വരും. അവിടെ വെച്ച് നിങ്ങളുടെ ബിസിനസ് പൂട്ടിക്കെട്ടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ക്രെഡിറ്റ് പാടെ ഒഴിവാക്കുക. വിറ്റു എന്നുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ആ സന്തോഷം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ബിസിനസ് മുമ്പോട്ട് പോകും. ആരും ക്രെഡിറ്റ് ചോദിക്കുകയില്ല, ആർക്കും കൊടുക്കേണ്ടി വരികയുമില്ല. അപ്പോൾ ഈ ബിസിനസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ബാക്കി നിങ്ങളുടെ സ്റ്റഡിയാണ്. മാർക്കറ്റിൽ പോയി ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ വാങ്ങിച്ചു നോക്കുക. എല്ലാം സ്റ്റഡി ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുറപ്പുള്ള സമയത്ത് നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ്. ധൈര്യമായിട്ട് തുടങ്ങാവുന്നതാണ്. ഈ പ്രോഫിറ്റ് ഏതായാലും ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറിയും കുറഞ്ഞ് നിൽക്കുമെങ്കിൽ പോലും ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.